അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ഒരു റമളാൻ മാസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നതുപോലെ ഈ റമളാൻ മാസത്തിൻ്റെ പ്രത്യേകത, പവിത്രതകൾ, ഇദാ ദഖല ശഹ്റു റമളാൻ സമാഗതമായാൽ ഫുത്തിഹത് അബ്വാബു സമാ, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും വഗുല്ലിഖത് അബ്വാബു ജഹന്നം, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുകയും വസുൽസിലതി ശയാതീൻ, പിശാചുക്കളെയെല്ലാം ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇത്രയും മനോഹരമായ ഒരു മാസമാണ് റമളാൻ. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും സൽക്കർമ്മങ്ങളിൽ മാത്രം പിടിച്ചു കെട്ടാൻ ഒരു മനുഷ്യന് ഏറെ എളുപ്പമുള്ളൊരു മാസമാണ് റമളാൻ മാസം. ആ റമളാൻ മാസത്തിൽ നിലകൊണ്ടിരിക്കെ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. വൃത്തികേടുകളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ നമുക്കാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ, അസിയാമു ജുന്നത്തുൻ, സിയാം എന്നുള്ളത്, നോമ്പ് എന്നുള്ളത് അതൊരു പരിചയമാണ്. എല്ലാവിധ ചീത്ത കർമ്മങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയണം. എല്ലാവിധ അസഭ്യ വാക്കുകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയണം. മറ്റുള്ളവരുമായിട്ടുള്ള തർക്കിക്കലുകളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയണം. അത്തരമൊരു മാസമാകണം റമളാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, അസ്വാഇമി ഫർഹതാനി യഫ്രഹുഹുമ, നോമ്പുകാരന് രണ്ട് സന്തോഷ അവസരങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇദാ അഫ്തറ ഫരിഹ, നോമ്പ് തുറക്കുന്ന അവസരമാണ്. രണ്ടാമത്തേതോ വ ഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, തൻ്റെ നാഥനെ കണ്ടുമുട്ടുന്ന അവസരമാണ്. അപ്പോൾ നോക്ക്, ഇത്രയും വലിയ അവസരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നോമ്പിലൂടെ ഒരു നോമ്പുകാരന് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള ഭാഗ്യം, അവനിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിക്കുവാനുള്ള ഭാഗ്യം എത്രത്തോളം എന്നാൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും കൂടുതൽ സൽക്കർമ്മങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുവാനും കൂടുതൽ സൽക്കർമ്മങ്ങൾക്ക് അതിലും ഇരട്ടിയായി പ്രതിഫലങ്ങൾ സമ്പാദിക്കുവാനും കഴിയുന്നൊരു മാസമാണ് റമളാൻ മാസം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തെ കൂടുതൽ ധന്യമാക്കാൻ, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങി ഇറങ്ങേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.